നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കായി അനുവദിച്ച ഇളവ് കാലാവധി അവസാനിക്കാൻ ഇനി 28 ദിവസങ്ങൾ മാത്രമാണുള്ളത്. വിസ, റെസിഡന്റ് പെർമിറ്റ് ചട്ടലംഘനം പരിഹരിച്ച് നിയമവിധേയമാകാൻ ആഭ്യന്തര മന്ത്രാലയം പ്രവാസികൾക്ക് അനുവദിച്ച ഇളവ് കാലാവധി മാർച്ച് 31-ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ ഈ അവസരം മുതലാക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. 2021 ഒക്ടോബർ 10-നാണ് പ്രവാസികൾക്ക് ഇളവ് നൽകി തുടങ്ങിയിരിക്കുന്നത്. നിയമം ലംഘിച്ചവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് സ്വദേശത്തേക്ക് മടങ്ങണമെങ്കിൽ തന്നെ സമയപരിധി അവസാനിക്കുന്ന ആഴ്ചയിലേക്ക് കാത്തിരിക്കാതെ നേരത്തെ തന്നെ സെർച്ച് ആൻഡ് ഫോളോ ആപ്പിനെ സമീപിക്കേണ്ടതാണ്. ഇളവ് കാലാവധിയിൽ അറസ്റ്റോ മറ്റ് നിയമ നടപടികളോ സ്വീകരിക്കുന്നതല്ല. ഇളവ് ആനുകൂല്യത്തിനായി ധൈര്യമായി അധികൃതരെ സമീപിക്കാമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ റെസിഡൻസി പെർമിറ്റ് ഇല്ലാതെ കഴിയുന്നവർ, കാലാവധി കഴിഞ്ഞിട്ടും റെസിഡൻസി പെർമിറ്റ് പുതുക്കാത്തവർ, റെസിഡൻസി പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് നിയമാനുസൃതമായ 90 ദിവസം കഴിഞ്ഞവർ, തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയ തൊഴിലാളികൾ, സന്ദർശക വിസകളിലും കുടുംബ വിസകളിലും എത്തി താമസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർ എന്നിവർക്ക് ഇളവ് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ പ്രവാസിക്കെതിരെ ഒളിച്ചോട്ടം നടത്തിയതായി തൊഴിലുടമ പരാതി നൽകി 30 ദിവസത്തിൽ അധികമായെങ്കിൽ അത്തരക്കാർക്കും മടങ്ങിപ്പോകാനുള്ള അവസരം ലഭിക്കുന്നതാണ്. നിയമപരമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് സ്വദേശത്തേക്ക് മടങ്ങുന്നതെങ്കിൽ ഇവർക്ക് ഖത്തറിലേക്ക് മടങ്ങി വരാവുന്നതാണ്. റെസിഡൻസി പെർമിറ്റ് റദ്ദായവർക്കും റദ്ദായ തീയതി മുതൽ 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞവർക്കും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കൈവശം വേണ്ട രേഖകൾ ഇവയാണ്. നാട്ടിലേക്ക് പോകാൻ പാസ്പോർട്ട്, ഓപ്പൺ ടിക്കറ്റ് എന്നിവയുമായി വേണം അധികൃതരെ സമീപിക്കാൻ. റെസിഡൻസി പെർമിറ്റ്, വർക്ക് വിസ ലംഘനങ്ങൾ പരിഹരിച്ച് നിയമപരമായ സ്റ്റേറ്റസ് ശരിയാക്കി ഖത്തറിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരും ലംഘനം പരിഹരിച്ച് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവരും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. തൊഴിൽ മാറ്റണമെങ്കിൽ അപേക്ഷയ്ക്കൊപ്പം പുതിയ തൊഴിലുടമയുടെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വേണം. പുതിയ തൊഴിലുടമയുടെ കീഴിലേക്ക് മാറുന്നവർ അറിയേണ്ടത്: തൊഴിൽ വകുപ്പിൽ നിന്നുള്ള അനുമതി വേണം. നിയമപരമായ രേഖകൾ നൽകുന്നതിൽ പരാജയപ്പെടുകയും കോംപ്ലിമെന്റ് അതോറിറ്റിയിൽ നിന്ന് അനുമതി നേടാൻ കഴിയാതെയും വന്നാൽ ബന്ധപ്പെട്ടവരെ അധികൃതരെ സമീപിച്ച് ആവശ്യമായ രേഖകൾ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പുതിയ തൊഴിലുടമയുടെ കീഴിലേക്ക് മാറുന്നതിന് തൊഴിലുടമയ്ക്ക് സമ്മതമാണെന്നത് ഉറപ്പാക്കുക മാത്രമല്ല, പുതിയ കമ്പനി സാമ്പത്തിക നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തവയാണോ എന്നതും ഉറപ്പാക്കണം. ആദ്യ തവണ അനുമതി നിരസിച്ച അതേ കമ്പനിയിലേക്ക് തന്നെ തൊഴിൽ മാറുന്നതിനുള്ള അപേക്ഷ വീണ്ടും നൽകേണ്ടതില്ല. അപേക്ഷാ ഫോമിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഏകീകൃത സേവന കേന്ദ്രങ്ങൾ അപേക്ഷ പരിശോധിച്ച് തൊഴിൽ വകുപ്പിന് കൈമാറും. തൊഴിൽ വകുപ്പ് 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷയിന്മേൽ തീരുമാനം കൈക്കൊള്ളും. അപേക്ഷ നൽകി നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ സർവീസ് കേന്ദ്രത്തെ സമീപിച്ച് കാരണം തേടാം. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറിയാൻ: എത്തിച്ചേർന്ന രാജ്യത്തെ യാത്രാ പ്രവേശന നടപടികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അവ കൃത്യമായി പാലിക്കുകയും വേണം. സെർച്ച് ആൻഡ് ഫോളോ ആപ്പ് വകുപ്പ് യാത്രാ പെർമിറ്റ് അനുവദിക്കുന്ന തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ രാജ്യത്തിന് പുറത്തു പോയിരിക്കണം. അനുവദിച്ച യാത്രാ തീയതിയിൽ മടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും സെർച്ച് ആൻഡ് ഫോളോ ആപ്പ് വകുപ്പിനെ സമീപിച്ച് പുതിയ തീയതി ഉറപ്പാക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.